ഉറപ്പാണല്ലോ നീ എന്റെ കൂടെ ഫ്ലാറ്റ് വന്ന് നിക്കുന്നു? ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞാൻ വന്ന് നിൽക്കാം. പക്ഷെ അമ്മൂമ്മയുടെ കയ്യിൽ പെർമിഷൻ മേടിച്ചു. അത് ഞാൻ ഏറ്റു. നീ എന്താ ആലോചിച്ച് നടക്കാ? ഒന്നുമില്ല. മുഖം കണ്ടറിയാം എന്തോ ആലോചിച്ച് നടക്കുവാ. നിന്റെ പ്രായത്തിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നു പാറു. വളരണ്ടായിരുന്നു. വളർന്നു കഴിഞ്ഞാലേ പ്രശ്നങ്ങളും അതിന്റെ കൂടെ വളരും. പാറു, കീശന്റെ അടുത്ത് പോയിട്ടേ ഞാൻ വിളിക്കണോന്ന് പറയോ? എന്തു പറ്റി? എന്താ പ്രശ്നം? എനിക്ക് മടുത്തടി ഇങ്ങനെ ഒളിച്ചു കളി. എത്രയാന്ന് വിചാരിച്ചിട്ടാ ഞാൻ. ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ല അല്ലേ? എന്തു പറ്റി? നീ വിളിച്ചു പറയുന്ന കേട്ടു. ഞാൻ ഇവിടെ വന്നിട്ട് എന്നോട് മര്യാദക്ക് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, അതാ. അങ്ങനെ മര്യാദക്ക് സംസാരിക്കാൻ നമുക്ക് മര്യാദക്ക് എല്ലാം വേണ്ടേ? അങ്ങനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ലല്ലോ. ഞാനേ പാറുവിനെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോവാൻ അമ്മമ്മയുടെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് വരാം. നിങ്ങൾ സംസാരിച്ചിട്ട്. എനിക്ക് മനസ്സിലായേ? അമ്മൂമ്മയുടെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് വരാം. അതെ, ഈ പറഞ്ഞ കാര്യം തമാശയല്ല. എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്ന് ആലോചിക്കണ്ടെന്ന് വെച്ചാൽ അതിനും പറ്റുന്നില്ല. ഇപ്പം നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാതെ മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടിരിക്കില്ലേ? ആണല്ലോ. ഇനി നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ചാകുമ്പോൾ നീ സങ്കടപ്പെടും, അത് കണ്ട് ഞാൻ സങ്കടപ്പെടും. അതിന്റെ ആവശ്യമുണ്ടോ? എന്തും മിണ്ടായിരിക്കണമെന്നും പറയല്ലേ? ഞാനേ ഇവിടെ നിന്നാലോന്ന് ആലോചിക്കുക. അതിപ്പോ നമ്മള് ഫിക്സ് ചെയ്തല്ലോ. നീ ഇവിടെ നിൽക്കുന്നു, രണ്ടുപേരും കൂടെ നമ്മൾ 2 ദിവസം അടിച്ച് പൊളിച്ചിട്ട് നാളെ വൈകിട്ട് ഇങ്ങനെ പോകുന്നു. 2 ദിവസത്തേക്കല്ല, ഇവിടെ സ്ഥിരമായിട്ട് നിന്നാലോന്ന്. ഞാൻ നിർബന്ധിച്ചാ നീ സമ്മതിക്കാതിരിക്കൂ? നീ പറഞ്ഞു. അതായത് നമ്മളിപ്പോ 2 ദിവസം നിക്കാൻ പ്ലാൻ ചെയ്തില്ലേ, അതേപോലെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ അങ്ങനെ നിന്നാലോന്ന്. എന്താ പറയുന്നു? തമാശ പറയല്ലേ മെർലിന്? തമാശയൊന്നല്ല. ഞാൻ ഇന്നു മുതൽ ഇവിടെ നിക്കാൻ പോവാ. ഡാഡി മമ്മി വിളിക്കുകയാണെങ്കിൽ നമ്മുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. നീ എന്താടാ ഇങ്ങനെ വെന്ത പോലെ നിക്കണ? എന്താണ് ശേഷം? എന്തു പറ്റി? അവള് തീർത്തും വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെന്ത് പ്രശ്നം? ചേച്ചി കൈകാലൊക്കെ ഉറക്കണ്. അവിടെ കാര്യം പറ. നീ ഇനി പോലും അവളിവിടെ നിൽക്കാൻ പോണെന്ന്. അവളുടെ അച്ഛനും അമ്മയും ചോദിച്ചാൽ രജിസ്റ്റർ കഴിച്ചെന്ന് പറയാൻ പറഞ്ഞു. ചേച്ചി എനിക്കിപ്പോ ഒന്നും വേണ്ട. ഞങ്ങൾക്കിപ്പോ ഒന്നും വേണ്ട. അമ്മായി പണി പാളിന്നാ തോന്നണേ. പാളി എന്നാ തോന്നണേ. ചേച്ചി പറയേച്ചി. ചിക്കൻ മേടിച്ച് പറഞ്ഞ സാധനം മൊത്തം മേടിച്ചിട്ടുണ്ട്. എന്തുപറ്റി? വന്നോണ്ടിരിക്കുക. വീടിന്റെ ഫ്രണ്ട് എത്തി. ഗേറ്റ് കറക്റ്റ് പറഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട് കടന്നിട്ട് ഇവിടെ അയക്കണ്. അതോട്ട് വരികയെ. ചേച്ചി ഫോൺ വെച്ചിട്ട് പോയേച്ചി, പിന്നെ വരണ്ടേ അകത്തോട്ട്. ചേട്ടാ കഷ്ടമല്ലേ ഇതിപ്പോ. നീ എന്താ അവിടെ? നീ വാ. പേടിത്തൊണ്ടാ. പിന്നെ
രാത്രി മരത്തിന്റെ മൂട്ടി നേവനെല്ലാം ചാടി വന്നു കഴിഞ്ഞാൽ പേടിക്കൂലേ? ഞാനേ വെറുതെ ഇവിടെ ഫോൺ ചെയ്ത് നടക്കായിരുന്നു. അപ്പോഴാണ് ഈ സഞ്ചിയും തൂക്കി ഇങ്ങോട്ട് വരണ കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് പേടിപ്പിക്കാന്ന്. ഏത് ഫൺ, ഇവിടെ അല്ലേ ഇതൊക്കെ നടക്കുള്ളൂ മോനെ. അതെ അതെ അതെ, ഇവിടെ അല്ലേ എല്ലാം നടക്കുള്ളൂ. നീ വാ വാ, അത്തോട്ട് പോവാ. പോലെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തോന്നു? നീ ഇന്ന് ഭയങ്കര സീരിയസ് ആയിരുന്നു. അതെന്താ? മൂട്ടി തീ പിടിച്ചു കഴിഞ്ഞാൽ സീരിയസ് ആവൂല്ലേ? അതിപ്പം നമ്മള് മനുഷ്യരല്ലേ, അപ്പൊ ചില സമയം അങ്ങനെ സീരിയസ് ആവാമല്ലോ. പക്ഷെ നീ അങ്ങനെ സാധാരണ സീരിയസ് ഒന്നല്ലല്ലോ. എപ്പോഴും കളിച്ച് തമാശയും പറഞ്ഞ് നടക്കുന്ന ആളാ. ഇന്ന് ഭയങ്കര സീരിയസ്. ഞാൻ വന്നത് ഇഷ്ടായില്ലേ? ഞാൻ വന്നത് ഇഷ്ടായില്ലേന്ന്. അതെന്ത് വർത്താനം പറഞ്ഞില്ലേ? താൻ വന്നാൽ എനിക്ക് ഇഷ്ടമായിരിക്കൂ? ആ മരുന്നിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെന്താ, സാധാരണ സമയങ്ങളിൽ ഞാൻ വിളിക്കുമ്പോ താൻ വരൂല്ല. ആ സമയമാണ് എനിക്ക് സങ്കടമാവണത്. സത്യ, സാധാരണ നീ എപ്പോ വിളിച്ചാലും ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് വീട്ടിലെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിങ്ങോട്ട്. ഇന്നിപ്പോ വീട്ടിലാരില്ലാത്തോണ്ട് സമാധാനമായിട്ട് ഇങ്ങനെ നടക്കുക. സമാധാനമായിട്ട് നടക്കുകയാണല്ലേ? നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം. അപ്പോളേ എന്തായാലും ഇന്ന് സമാധാനമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മള് കുറച്ചുകൂടെ ഹാപ്പിയായി അടിച്ച് പൊളിച്ച് നാളെ ഒന്ന് കറങ്ങി ഒരു പടമൊക്കെ കണ്ടിട്ട് നമ്മൾ പിരിയുന്നു. എന്ത് പറയുന്നു? നമ്മൾ പിരിയുന്നില്ല, ആരും പിരിയുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. ഇത് പോണില്ല. ഞാനേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞ നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. എന്തൊക്കെയാണോ ആ തീരുമാനങ്ങള്? ഞാൻ പറഞ്ഞ പോലെ ഇനി മുതൽ ഞാൻ ഇവിടെ നിൽക്കാൻ പോവാ. നീ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നേരിടും. അല്ല മെർലിനെ, താൻ പോകുന്നില്ല തീർത്തും ഉറപ്പിച്ചാണോ? തീർത്തും ഉറപ്പിച്ച ഞാൻ പോകുന്നില്ല. മെർലിൻ ഈ പാറമട വീട്ടിൽ തന്നെ കാണും. നീ സഞ്ചി എടുത്തോണ്ട് വീട്ടിലോട്ട് വാ.